ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഏസ് യുവർ എക്സാംസ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ടും 3 ടോപ്പിക്സാണ് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ്, ക്വാസി കോൺട്രാക്ട്സ് ആൻഡ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്സ്. ഇങ്ങനെ ഒരു 3 ചെറിയ ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 31 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് കണ്ടിജൻറ്റ് കോൺട്രാക്ട് ആസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഈവൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അതായത് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ, അതായത് ആ കോൺട്രാക്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കറണ്ട് കോൺട്രാക്റ്റ് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ഒക്കെ. സോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഭാവിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അതിൽ നിന്ന് ക്ലെയിം ചെയ്യാം എന്നാണ് ആ കോൺട്രാക്റ്റിൽ പറയുക. സോ ആ കോൺട്രാക്റ്റിൻ്റെ മെയിൻ ഒരു ഈവൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എ ഫ്യൂച്ചർ ഈവൻറ്റ്. For example, X promises to pay Y rupees 25,000 if Y's house is burned. അതായത് Yയുടെ ഹൗസ് തീയിൽ കത്തി പോവുകയാണെങ്കിൽ X പ്രോമിസ് ചെയ്യാണ് ഞാൻ നിങ്ങൾക്ക് 25,000 തരാം. ഓക്കെ, സോ ആ ഒരു കോൺട്രാക്റ്റിൽ അവിടെ 25,000 കൊടുക്കാമെന്ന് പറഞ്ഞത് ചുമ്മാ കൊടുക്കുകയല്ല, ഫ്യൂച്ചറിൽ ഇൻ കേസ് Yയുടെ ഹൗസ് ബേൺഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ 25,000 X കൊടുക്കുക. സോ ഫ്യൂച്ചറിൽ നടക്കുന്നതോ നടക്കാതിരിക്കുന്നതോ ആയ ഒരു ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ട് കറൻ്റ്ലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ഒക്കെയാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു പെർഫോമൻസ് ഓഫ് സച്ച് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടിജൻസി. അതായത് ഫ്യൂച്ചറിൽ നടന്നോ നടക്കുന്നില്ലയോ എന്നനുസരിച്ചിട്ടാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ദെൻ അൺസർട്ടൈൻ ഈവൻറ്റ്, ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ ഈവൻറ്റ് ഈസ് അൺസർട്ടൈൻ. ഫ്യൂച്ചറിൽ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ കോൺട്രാക്റ്റ് ഏർപ്പെടുന്നത് ആ ഈവൻറ്റ് അൺസർട്ടൈൻ ആണ്. അത് നടക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ എത്രത്തോളം നടക്കാൻ ചാൻസ് ഉണ്ട് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആൻഡ് തേർഡ് വൺ ആണ് കൊളാട്രൽ ഈവൻറ്റ്, ദാറ്റ് ഈസ് അൺസർട്ടൈൻ ഫ്യൂച്ചർ ഈവൻറ്റ് ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് കൊളാട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്നതായിരിക്കണം. സോ ഈ 3 കാര്യങ്ങളാണ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്. സോ അതാണ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ക്വാസി കോൺട്രാക്ട്സ് എന്താണെന്നാണ്. ക്വാസി കോൺട്രാക്ട് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് law imposes upon one person on the grounds of natural justice an obligation similar to that which arises from a true contract, although no contract express or implied has in fact been entered into by them. അതായത് ഒരു ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്ട്. ഒരു എന്താണ് 2 പേഴ്സൺസ് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും എഴുതിയോ അല്ലെങ്കിൽ വാക്കാലോ പറഞ്ഞു വരുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതൊരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്, ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കോൺട്രാക്റ്റാണ്. ഓക്കെ, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു, അപ്പോൾ ഒരു നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എക്സ് ഹാസ് ഫോർഗോട്ടൺ ഹിസ് ബാഗ് കണ്ടെയ്നിങ് സെർട്ടൈൻ ട്രേഡിംഗ് ആർട്ടിക്കിൾസ് അറ്റ് വൈസ് ഷോപ്പ് ബൈ മിസ്റ്റേക്ക്. എക്സ് എന്താണ്, വൈയുടെ കടയിൽ പോയപ്പം അയാളുടെ കുറച്ച് ട്രേഡിംഗ് ആർട്ടിക്കിൾസ് മറന്നുപോയി അവിടെ വെച്ചു, ബാഗ് അവിടെ പിന്നെ വെച്ചു. സോ വൈ അത് വൈ കണ്ടു, എക്സ് പോയി തിരിച്ചു പോയി, ദെൻ വൈ അത് കണ്ടു. വൈ ഈസ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദം ടു എക്സ്. വൈക്ക് എന്താണ് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവിടെ വന്നത്? അത് എക്സ്, അതായത് അതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ള വൈയുടെ ഉത്തരവാദിത്വമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ എക്സും വൈയും പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നില്ല, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഓറലി അവർ പറയുന്നില്ല എൻ്റെ ബാഗ് കളഞ്ഞുപോയി നീ എനിക്ക് തരണം എന്നോ, അല്ലെങ്കിൽ ഞാനിവിടെ ബാഗ് വെച്ചിട്ട് പോകും പിന്നീട് നീ എനിക്ക് കൊണ്ടുതരണം, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വരുന്നില്ല. പക്ഷെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ പുറത്ത് വരുന്ന ഒരു ഒബ്ലിഗേഷൻസ് ആണ് വൈ എക്സിന് ബാഗ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ക്വാസി കോൺട്രാക്റ്റിൽ ഒരു
പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയോട് ഒബ്ലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഒബ്ലിഗേഷൻസ് എത്രത്തോളം വാലിഡ് ആണോ അല്ലെങ്കിൽ എത്രത്തോളം വാല്യൂ ഉള്ളതാണോ അതേ രീതിയിലുള്ള ഒബ്ലിഗേഷൻസ് തന്നെയായിരിക്കും ഈ കേസിലും രണ്ട് പാർട്ടീസ് തമ്മിൽ ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ക്വാസി കോൺട്രാക്റ്റ് ആണ്. സോ ഫസ്റ്റ് വൺ ആണ്, ദിസ് കോൺട്രാക്ട് ഈസ് നോട്ട് റിയൽ കോൺട്രാക്ട് ബട്ട് ആൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല, അതൊരു ഒബ്ലിഗേഷൻ ആണ് ഇമ്പോസ്ഡ് ബൈ ലോ. നിയമം കൊണ്ട് നിലവിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിയമപ്രകാരം വരുന്ന ചില ഒബ്ലിഗേഷൻസ് ആണ്. നെക്സ്റ്റ് വൺ ആണ്, ഇറ്റ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെന്റ് ബട്ട് ഇറ്റ് ഈസ് എ ക്രിയേച്ചർ ഓഫ് ലോ. ഓക്കെ, ഒരു ഫോർമർ ആയിട്ട് ഒരു അഗ്രിമെന്റിലൂടെ ഒന്നും വരുന്ന കോൺട്രാക്റ്റ് അല്ല, ഒരു നിയമം കൊണ്ട് വരുന്ന ഒരു ക്രിയേച്ചറാണ്. നെക്സ്റ്റ് വൺ ആണ്, എ ക്വാസി കോൺട്രാക്ട് അറൈസസ് ഫ്രം എ ഡ്യൂട്ടി ഓഫ് എ പാർട്ടി ആൻഡ് നോട്ട് ബൈ പ്രോമിസ് ഓഫ് എനി പാർട്ടി. ഒരു പാർട്ടിയുടെ ഡ്യൂട്ടി കൊണ്ട് അറൈസ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ്, അല്ലാതെ ആരും മുൻപേ കൊടുത്ത ഒരു പ്രോമിസിന്റെ മേളിൽ വരുന്ന കോൺട്രാക്റ്റ് അല്ല ക്വാസി കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വൺ, ദ റൈറ്റ് അണ്ടർ ഇറ്റ് ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് സ്പെസിഫിക് പേഴ്സൺ ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് ദ വേൾഡ്. അതായത് ഈ ഒരു കോൺട്രാക്റ്റോട് വരുന്ന റൈറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക, അല്ലാതെ സൊസൈറ്റിക്ക് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു വേൾഡ് അറ്റ് ലാർജിന് മുഴുവനായിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന റൈറ്റ്സ് അല്ല. Then, when an obligation created by quasi-contract has not been discharged, the injured party is entitled to receive the same compensation from the party in default as in the case of an ordinary contract. അതായത് ഒരു ക്വാസി കോൺട്രാക്റ്റിലും ആ കോൺട്രാക്റ്റിൽ വരുന്ന ഒബ്ലിഗേഷൻസ് ഒരു പാർട്ടി ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ഓർഡിനറി കോൺട്രാക്റ്റിൽ ഒരു പാർട്ടിയുടെ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണോ അത് ഈക്വൽ കോൺസിക്വൻസ് തന്നെയായിരിക്കും ഈ ക്വാസി കോൺട്രാക്ട്സിന്റെ കേസിലും വരിക. ഓക്കെ, അപ്പോൾ അതൊരു റിയൽ കോൺട്രാക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോർമൽ ഒരു കോൺട്രാക്റ്റുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടീസും എല്ലാം അതേ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. സോ ഇതാണ് ക്വാസി കോൺട്രാക്ട്സ്. ഓക്കെ, ഇതാണ് ഒരു രണ്ട് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ് ഈസ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് ആൻഡ് ക്വാസി കോൺട്രാക്ട്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണോ ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ആവേണ്ടത് അത് കംപ്ലീറ്റ് ആയെങ്കിലാണ് അതിനെ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് രണ്ട് പാർട്ടീസും അവർ ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 37 ഓഫ് കോൺട്രാക്ട് ലേസ് ഡൗൺ ദാറ്റ് ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് മസ്റ്റ് either perform or offer to perform the respective promises unless such performance is dispensed with or excused under the provisions of the Act or any other law. എന്തെങ്കിലും കാരണത്താൽ ആ ഒരു കോൺട്രാക്റ്റ് നടക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഡിസ്പെൻസ് ചെയ്തിട്ടില്ലാത്ത കേസസിൽ എല്ലാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പാർട്ടീസും അവരുടെ പാർട്ട് പെർഫോം ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് ലോയിൽ പറയുന്നത് എങ്ങനെയാണ്. സോ രണ്ട് തരത്തിലുള്ള പെർഫോമൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് മീൻസ് ബോത്ത് ദ പാർട്ടീസ് ആക്ച്വലി പെർഫോംഡ് ദെയർ പ്രോമിസസ്. രണ്ടുപേരുടെയും പ്രോമിസസ് അവർ റിയലായിട്ടും പെർഫോം ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി അയാളുടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ് ഒരു 2 lakh rupeesന് എ ബിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. സോ എ ബിക്ക് കാറ് കൊടുക്കുകയും ചെയ്തു, ബി 2 lakh rupees എക്ക് കൊടുക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, ദെൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ് മീൻസ് where a promiser has made an offer of performance to the promisee and the offer has not been accepted by the promisee. ഓക്കെ, അതായത് ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ഓഫറർ അത് ചെയ്തു, ബട്ട് ഓഫറി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പെർഫോമൻസുകളാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, എ പ്രോമിസസ് ടു ഡെലിവർ 100 bags ഓഫ് വീറ്റ് ടു ബി. എ ബിക്ക് 100 bags ഓഫ് വീറ്റ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എ ആ പ്രോമിസിനനുസരിച്ച് തന്നെ ബിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ പ്ലേസ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുകയാണ്. 100 bags ഓഫ് വീറ്റ് എത്തിച്ചു കൊടുക്കും. ബട്ട് ബി റിഫ്യൂസസ് ടു ടേക്ക് ഡെലിവറി ഓഫ് ദ ബാഗ്. ബി അത് ആക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹും മേ പെർഫോം ദ കോൺട്രാക്ട്, അല്ലെങ്കിൽ ദ കോൺട്രാക്ട് മേ ബി പെർഫോംഡ് ബൈ ദ ഫോളോയിങ് പേഴ്സൺസ്. ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്? ഫസ്റ്റ് വൺ, പ്രോമിസർ ആരാണോ പ്രോമിസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കത് പെർഫോം ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്.
The contracts which do not involve personal skill or those not depending upon the personal trust and confidence may performed by legal representative after the death of the promiser. ഓക്കെ, പ്രോമിസറുടെ മരണശേഷം ഒരു പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യം ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ അത് അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ ചെയ്യാം. എന്നാൽ ഒരു പ്രോമിസറുടെ തന്നെ പേഴ്സണൽ സ്കില്ലൊക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണെങ്കിൽ അതവിടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു മരപ്പണിക്കാരനാണ്, അവരൊരു കൊത്തുപണിയൊക്കെ ചെയ്യുന്ന ആള് ഒരു പെർട്ടിക്കുലർ ഒരു ശില്പം നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് പ്രോമിസ് ചെയ്തിരുന്നത്. സോ അത് അവരുടെ തന്നെ സ്കില്ലാണ്, മറ്റൊരാൾക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കേസിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് അവരുടെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ബട്ട് അല്ലാത്ത കേസിലൊക്കെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് പ്രോമിസർക്ക് പകരമായിട്ട് അവരുടെ പാർട്ട് ഓഫ് ഒബ്ലിഗേഷൻസ് ചെയ്തു തീർക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് പ്രോമിസേഴ്സ് ഏജന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ സ്കില്ല് അല്ലെങ്കിൽ പേഴ്സണലി പ്രോമിസർ ഇൻവോൾവ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ പ്രോമിസറുടെ ഏജന്റിന് പെർഫോം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് തേർഡ് പേഴ്സൺ. എ കോൺട്രാക്ട് ക്യാൻ ബി പെർഫോംഡ് ബൈ തേർഡ് പാർട്ടി ഇഫ് ദ പ്രോമിസി ആക്സെപ്റ്റ് ദ അറേഞ്ച്മെന്റ്. പ്രോമിസർക്ക് വേണമെങ്കിൽ ഒരു തേർഡ് പാർട്ടീനെ വെച്ച് ആ ഒരു കോൺട്രാക്ട് ചെയ്ത് തീർക്കാം. ഇഫ് ദ പ്രോമിസി ആക്സെപ്റ്റ് ദ അറേഞ്ച്മെന്റ്, ദ ഓപ്പോസിറ്റ് പാർട്ടി അതിന് സമ്മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു തേർഡ് പേഴ്സണെ വെച്ചിട്ട് അവർക്ക് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാം. ദെൻ ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് പ്രോമിസേഴ്സ്, നെക്സ്റ്റ് വൺ ആണ് ജോയിന്റ് പ്രോമിസേഴ്സിന്റെ കേസിൽ വരുന്നത്. അതായത് ഒന്നിലധികം ആൾക്കാർ പ്രോമിസർ ആയിട്ടുണ്ടെങ്കിൽ ഇൻ ദ കേസ് ഓഫ് സെവറൽ പ്രോമിസേഴ്സ് അൺലെസ് എ കോൺട്രറി ഇന്റൻഷൻ അപ്പിയേഴ്സ് ദ ഫോളോയിങ് പേഴ്സൺസ് മസ്റ്റ് പെർഫോം ദ പ്രോമിസ്. ഒരു ജോയിന്റ് പ്രോമിസേഴ്സിന്റെ കേസിൽ സെവറൽ പ്രോമിസേഴ്സ് ഉണ്ടാവും. അപ്പം മറ്റൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊക്കെയാണ് പെർഫോമൻസ് നടത്തേണ്ടത്. ദാറ്റ് ഈസ് ഓൾ പ്രോമിസേഴ്സ് ജോയിന്റ്ലി ഇൻ ദ കേസ് ഓഫ് ഓൾ പ്രോമിസേഴ്സ് ആർ അലൈവ്. എല്ലാ പ്രോമിസേഴ്സും ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ അവർക്ക് ജോയിന്റ് ആയിട്ട് ഒന്നിച്ച് ആ ഒരു പ്രോമിസ് ചെയ്തു തീർക്കാം. ദെൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഡിസീസ്ഡ് പ്രോമിസർ ജോയിന്റ്ലി വിത്ത് ദ സർവൈവിംഗ് പ്രോമിസർ. അതായത് ഒരു പ്രോമിസർ മരിച്ചുപോയെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവും പ്ലസ് ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള ജോയിന്റ് പ്രോമിസേഴ്സും കൂടി ചേർന്ന് ആ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യാം. Then representatives all of them jointly in the case of death of all joint promisers. എല്ലാ ജോയിന്റ് പ്രോമിസേഴ്സും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സിന് ജോയിന്റ് ആയിട്ടും പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതാണ് ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിലെ പ്രോമിസ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് പ്രോമിസർ ഹിംസെൽഫ് ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് പറ്റും, പ്രോമിസേഴ്സ് ഏജന്റിന് പറ്റും, തേർഡ് പേഴ്സണിന് പറ്റും, അതുപോലെ തന്നെ ജോയിന്റ് പ്രോമിസേഴ്സിന്റെ കേസാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. സോ ഇതാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ പറയാനുള്ളത്. എന്താണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്, രണ്ട് ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഏകദേശം നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. സോ വീഡിയോസ് കാണാത്തവർ പ്രീവിയസ് വീഡിയോസസ് ഒക്കെ കാണുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. താങ്ക്